എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള സംശയങ്ങളും അതുപോലെ എങ്ങനെ അപേക്ഷിക്കാം, എന്താണ് യോഗ്യത എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സംശയം ചോദിച്ചത് കൊണ്ടാണ് പോസ്റ്റ് ബേസിക് BSc നഴ്സിങ്ങിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ തയ്യാറാക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് AMCS FNCK അപേക്ഷകൾ ജൂലൈ 15-ാം തീയതി വരെയും അതുപോലെ PNC മാക്കിൻ്റെ അപേക്ഷകൾ ജൂലൈ 17-ാം തീയതി വരെയും ഓൺലൈനായിട്ട് അതത് വെബ്സൈറ്റുകൾ വഴി നൽകാവുന്നതാണ്. PNC മാക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് അസോസിയേഷനാണ്. PNCMAC.in എന്നുള്ളതാണ് വെബ്സൈറ്റ് അഡ്രസ്സ്. അതുപോലെ AMCSFNCK.com എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ജനറൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ ജനറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു +2-ൽ ഏതൊരു വിഷയം പഠിച്ച ഒരു വിദ്യാർത്ഥിക്കും പഠിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ഈ ഒരു ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് എന്നുള്ളതാണ് GNM-ൻ്റെ ആ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് ഈക്വലായിട്ട് മാറുന്നതിനായിട്ടാണ് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ഒരു കാര്യം നോക്കാം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യണം, അത് പഠിക്കാൻ താല്പര്യമുണ്ട്, അതായത് ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടത് BSc നഴ്സിംഗ് കോഴ്സാണ്. അപ്പോൾ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ നേടാൻ സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് അതിൻ്റെ ആ ഒരു എലിജിബിലിറ്റി ഇല്ലാതെ, അതായത് ആ ഒരു +2-ൽ സയൻസ് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ഈ ഒരു ജനറൽ നഴ്സിംഗ്, അത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്. അപ്പോൾ ആ ഒരു കോഴ്സ് ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിലും ആ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം കുറച്ച് സീറ്റുകളാണ് പല കോളേജുകളിലും ഉണ്ടാവുക. ചില കോളേജിൽ 40 സീറ്റ് ഉണ്ടാകും, അതുപോലെ ചില കോളേജിൽ 20 സീറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഓരോ കോളേജ് അനുസരിച്ചും ആ ഒരു സീറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിലെ ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൻ്റെ ആ ഒരു അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഓരോ കോളേജിൽ എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് അതായത് പഠിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക്, അതായത് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ BSc നഴ്സിംഗ് കോഴ്സ് സാധാരണഗതിയിൽ ഈ ഒരു ബയോളജി സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് BSc നഴ്സിംഗ് കോഴ്സ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കി, അതായത് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ അതുപോലെ തന്നെ സയൻസ് തന്നെ പഠിച്ച ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയാലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള +2 കോഴ്സ് ചെയ്ത ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പോസ്റ്റ് ബേസിക് ഈ ഒരു ജനറൽ നഴ്സിംഗ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജനറൽ നഴ്സിംഗ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് അത് നഴ്സിംഗിന്, അതായത് BSc നഴ്സിംഗിന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ സാധിക്കുന്ന കോഴ്സാണ് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതായത് PB BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഈ 2 വർഷത്തെ കോഴ്സിന് നിങ്ങൾക്ക് ഏകദേശം ഫീസ് വരുന്നത് 1 വർഷം, അതായത് ഈ ഒരു പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ ഒരു BSc നഴ്സിംഗിൻ്റെ 1 വർഷത്തെ ഫീസിന് ഈക്വലായിട്ട് തന്നെയാണ് ആ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിനും വരുന്നത്. അതായത് ഏകദേശം 73,325 രൂപയും അതുപോലെ തന്നെ 73,25 രൂപയും അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 23,300 രൂപയുമാണ് വരുന്നത്. അത് ടോട്ടൽ ഏകദേശം 1,00,000 സംതിങ് രൂപയും അതുപോലെ തന്നെ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ആ ഒരു ബാക്കി ഡീറ്റെയിൽസുകൾ നോക്കാം. എന്താണ് അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു AMCS FNCK വഴിയോ നിങ്ങൾക്ക് PNC മാക് വഴിയോ അതുപോലെ തന്നെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തുന്നുണ്ട്. അതായത് ഡൽഹി AIIMS ഉൾപ്പെടെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതായത് നിംഹാൻസ്, ഇതുപോലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിന് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സീറ്റ് കുറവായിരിക്കും, അതായത് കുറഞ്ഞ സീറ്റിലേക്കായിരിക്കും അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട്, അതായത് ജസ്റ്റ് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് എന്താണ്
പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതുപോലെ എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് നിലവിൽ നിങ്ങൾ KMCS FNCKയോ PSC മേക്കോയോ അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട്, അതായത് KMCS FNCKY നിങ്ങൾക്ക് ജൂലൈ 15-ാം തീയതി വരും, PSC മേക്കോയ് നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 17-ാം തീയതി വരെയുമാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ANCS FNCKയിലാണെങ്കിൽ ഏകദേശം ഈ ഒരു കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ്, തെല്ലക്കോം കോട്ടയം, അപ്പോൾ അവിടെ 15 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടിയം കൊല്ലം, അവിടെ 20 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ വേറെ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് അങ്കമാലി എറണാകുളം, അവിടെ 20 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ST ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്കുടി തൃശ്ശൂർ, അവിടെ 30 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ST ജോസഫ്സ് കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെ ഉള്ളത്, അതായത് എറണാകുളത്തെ ഒരു കോളേജാണ്, അവിടെ നിങ്ങൾക്ക് 20 സീറ്റാണ് ഈ ഒരു KMCS FNCKY നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ എല്ലാ നഴ്സിംഗ് കോളേജുകളിലും ആ ഒരു സീറ്റ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ KMCS FNCK ആയാലും PSC മേക്കോയ് ആയിരുന്നാലും 1200 രൂപയാണ് ഈ ഒരു ഫീസ് ഇനത്തിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ജസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് നിങ്ങൾ 3 അല്ലെങ്കിൽ 3.5 വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്, അത് GNM കോഴ്സ് നിങ്ങൾ 50% മാർക്കോടെ, അതായത് ടോട്ടൽ 50% മാർക്കോട് കൂടി നിങ്ങൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജയിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അക്കാദമിക് ക്വാളിഫിക്കേഷനിൽ ആദ്യത്തേതായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് ദെയർ ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ, അതായത് നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓർ സീനിയർ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ, അതായത് CBSE വിദ്യാർത്ഥികളുടേതാണ്. ഓർ ഇക്വലൻ്റ് വിത്ത് 12 ഇയർ സ്കൂളിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി, അതായത് ഇക്വലൻ്റ് ആയിട്ടുള്ളതോ മറ്റോ പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിത്ത് സയൻസ് സബ്ജക്റ്റ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് പ്രകാരം വിദ്യാർത്ഥികൾ ഈ ഒരു, അതായത് +2 പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ റിലാക്സേഷൻ മാർക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലായ ഒരു ക്വാളിഫിക്കേഷൻ മാർക്കും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട്, അതായത് അപേക്ഷയ്ക്കായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് +2 പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൽ ഓരോ എക്സാമിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ, അതായത് ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആ ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതായത് കാൻഡിഡേറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് രജിസ്റ്റേർഡ് മിഡ്വൈഫറി വിത്ത് ദ കേരള നേഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ, അതായത് നിങ്ങൾക്ക് ആ ഒരു GNM കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ 2 വർഷ കോഴ്സാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ ആവശ്യമാണ് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നിങ്ങൾക്ക് നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം, ആ ഒരു ഡീറ്റെയിൽസ് തന്നെയാണ്, അതായത് ആ ഒരു ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 ജയിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ ആകെ ഫീസായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഒരു വർഷം 73,000 സംതിങ് രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അതായത് ടോട്ടൽ നിങ്ങൾക്ക് ഒരു വർഷം ഏകദേശം 1 ലക്ഷം രൂപ വരും. അതായത് ഈ ഒരു പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്.
അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസിനകത്ത് 23,000 സംതിങ്, ടോട്ടൽ നിങ്ങൾക്ക് 1,00,000 സംതിങ് ആണ് ഒരു വർഷം ഫീസ് വരിക. അതായത് 2 വർഷം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയ്ക്കടുത്ത് ഫീസ് അതായത് ടോട്ടലായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. അതായത് AMCS FNCK ആയാലും അല്ലെങ്കിൽ PNC MAC ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫീസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ ഒരു PNC അതായത് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിംഹാൻസ്, അതുപോലെ തന്നെ ഡൽഹി AIIMS, അതുപോലെ തന്നെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഫീസ്, അതായത് AIIMSും അതുപോലെ നിംഹാൻസും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. പക്ഷേങ്കിൽ അതിനൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് PNC MACൻ്റെ ഡീറ്റെയിൽസ് കൂടി നോക്കാം. അപ്പോൾ ഇതാണ് PNCMAC.in എന്ന ആ ഒരു അസോസിയേഷൻ്റെ, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് അസോസിയേഷൻ്റെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ PBBSc നഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതാണ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പ്രോസ്പെക്ടസ് ആണിത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണ് എലിജിബിലിറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എലിജിബിലിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു, അതായത് കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് INC അപ്രൂവ്ഡ് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് ഓഫ് 3 year or 3.5 year ഡ്യൂറേഷൻ വിത്ത് അഗ്രിഗേറ്റ് വിത്ത് മിനിമം 50% മാർക്ക്. അതായത് 50% മാർക്കോടുകൂടി നിങ്ങൾ 3 വർഷത്തെയോ അല്ലെങ്കിൽ 3.5 വർഷത്തെയോ ഈ ഒരു കോഴ്സ്, അതായത് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിൻ്റെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതായത് INC അപ്രൂവ്ഡ് ആയിട്ടുള്ളതായിരിക്കണം ആ ഒരു കോഴ്സ് എന്നുള്ളതും. അതുപോലെ തന്നെ ഹു ഹാവ് പാസ്ഡ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ഇൻ 10+2, അതായത് +2 ആർ ഓൺലി എലിജിബിൾ ടു അപ്ലൈ ദിസ് കോഴ്സ്. രജിസ്ട്രേഷൻ ആസ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി വിത്ത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ. അതായത് നിങ്ങൾ ഈ ഒരു +2-ൽ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ നിങ്ങൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്നിവർ മാത്രമാണ് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി, അതായത് അവർക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ആസ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് വിത്ത് കേരള നഴ്സിംഗ് മിഡ്വൈഫ്സ് കൗൺസിൽ, അത് കേരളത്തിലെ നഴ്സിംഗ് കൗൺസിൽ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് 1000 രൂപയാണ് ഈ ഒരു PNC MACൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ PNC MACൽ നിങ്ങൾക്ക് 1000 രൂപയാണ്. അതുപോലെ തന്നെ ഒരു വർഷത്തെ ഫീസ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 1,13,000 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ 2ാം വർഷം മുതൽ അതായത് 2ാം വർഷം നിങ്ങൾക്ക് ഈ ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് പിന്നീട് നിങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ പിന്നീട് അതായത് ഈ ഒരു 2ാം വർഷം മുതൽ ഏകദേശം 1,02,000 സംതിങ് രൂപയാണ് നിങ്ങൾക്ക് 2ാം വർഷം ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഓരോ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളും കറക്റ്റായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് എത്ര സീറ്റുകളാണ് ഓരോ കോളേജിലും ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് പല കോളേജിലും വളരെ കുറഞ്ഞ സീറ്റുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.